Hi friends, this is Sadra from Bliss Institute Sharjah. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രാക്ടിക്കൽ നഴ്സസ്, അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള നഴ്സസിൻ്റെ കുറച്ച് MOHൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഒരു സ്പെസിഫിക് ടോപ്പിക്ക് നമുക്ക് നോക്കാം, നേസോഗ്യാസ്ട്രിക് ട്യൂബ്. അപ്പം നേസോഗ്യാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പല റീസൺസ് അല്ലെങ്കിൽ പർപ്പസ് അതിനുണ്ട്. അപ്പം PN നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് സെവറൽ ക്വസ്റ്റ്യൻസ്, ഒരു മോർ ദാൻ 5 to 6 ക്വസ്റ്റ്യൻസ് യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊരു നോർമൽ ടോപ്പിക്കാണ്. എവറി എക്സാമിലും ഈ നേസോഗ്യാസ്ട്രിക് ട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് കുറച്ച് അതിൻ്റെ ഇൻഡിക്കേഷൻസ്, കുറേ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഫീഡിങ് ഉണ്ട്, മെഡിക്കേഷൻ ഉണ്ട്, അങ്ങനെ പല ഇൻഡിക്കേഷനിൽ ഒരു സ്പെസിഫിക് ഇൻഡിക്കേഷൻ എല്ലാ ടൈമിലും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേന് ഈ പ്രാക്ടിക്കൽസ്, അതായത് ഈ പ്രൊസീജിയർ വൈസ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിങ്, എങ്ങനെയാണ് നഴ്സ് കെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് നേസോഗ്യാസ്ട്രിക് ട്യൂബിൽ നിന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീരിയസ് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സിമ്പിൾ കോംപ്ലിക്കേഷൻ്റെ മാനേജ്മെൻറ്റുകളും, അതായത് നേസോഗ്യാസ്ട്രിക് ട്യൂബിൻ്റെ മാനേജ്മെൻ്റ് അല്ല, ഈ കോംപ്ലിക്കേഷൻ വന്നതിന് ശേഷമുള്ള കുറച്ച് മാനേജ്മെൻറ്റുകളും വരാതിരിക്കാനുള്ള കുറച്ച് മാനേജ്മെൻറ്റുകളും റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്നത് കുറച്ച് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ നേസോഗ്യാസ്ട്രിക് ട്യൂബിനെ വെച്ച് വരുമ്പം പ്രാക്ടിക്കൽ നഴ്സസിന് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു 5 to 6 ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൻ്റെ പർപ്പസ്, അതിൻ്റെ പ്രൊസീജിയർ, പിന്നെ ഈ കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഇതിൻ്റെ ഗൈഡ് ലൈൻസ്, സാധാരണ നമ്മൾ കൊടുക്കുന്ന ചില ഗൈഡ് ലൈൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യും. സോ ഈ സ്പെസിഫിക് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള കാര്യങ്ങളും എവറി ഡേ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വരുമ്പോഴത്തേന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ MOH റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ബ്ലിസ് അക്കാഡമിയുടെയും എല്ലാ ബ്രാഞ്ചസിലേക്കും എൻക്വയറി ചെയ്യാവുന്നതാണ്. അപ്പം ജസ്റ്റ് ട്യൂബ് നിങ്ങളുടെ ഒരു സ്പെസിഫിക് ടോപ്പിക്കായിട്ട് കീപ്പ് ചെയ്യുക. അടുത്ത ടോപ്പിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.